നമസ്കാരം. ഞാൻ വിജേഷ്. ഒരു 2019 5 വർഷത്തിന് മുമ്പ് ഞാൻ ദുബായിൽ നിന്ന് എൻ്റെ ജോലിയെല്ലാം റിസൈൻ ചെയ്തിട്ട് ഞാൻ നാട്ടിൽ വരികയും തൊഴിലില്ലായ്മ, അതുപോലെ വിലക്കയറ്റം, പിന്നെ ചൂഷണം, ഈ 3 കാര്യങ്ങൾ കൂടാതെ വളരെ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിലോട്ട് പൊക്കിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാനൊരു കമ്പനി ആരംഭിക്കുകയുണ്ടായി. റയാന ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ട്. എന്നാൽ എൻ്റെ പ്രോജക്റ്റ് റിക്ഫി എന്നായിരുന്നു. ഞാനത് ഒരു 2021 ആയപ്പോൾ ഞാനത് ലോഞ്ച് ചെയ്യുകയും പിന്നെ എൻ്റെ കുറച്ച് പോരായ്മകൾ, ഞാൻ ഇംപ്ലിമെൻറ്റേഷനിൽ ഞാൻ ചൂസ് ചെയ്ത വഴികൾ അത് തെറ്റായിട്ടുള്ളതായിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഇത് കുറച്ച് എല്ലാ ബിസിനസ്സും പ്രോഫിറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റായിരുന്നു. പ്ലസ് ഞാൻ തിരഞ്ഞെടുത്ത വഴികൾ അത് തെറ്റായിട്ടുള്ളതും, പിന്നെ കൊറോണ എന്ന മഹാമാരി വന്നതുകൊണ്ടും അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് അത് എന്നെ എഫക്റ്റ് ചെയ്തതുകൊണ്ടും എനിക്കത് തുടർന്ന് ആ പ്രോജക്റ്റ് കൊണ്ടുപോകാൻ കഴിയില്ല. ശേഷം ഞാൻ ചെന്നൈയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യുകയുണ്ടായി. ഇപ്പം ഞാൻ നിലവിൽ ഖത്തറിലാണുള്ളത്. ഒരു 3 വർഷം ഗ്യാപ്പ് ഇട്ടുകൊണ്ട് എൻ്റെ കമ്പനി സസ്പെൻഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ പാരലായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ, ഇപ്പോഴും സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രോജക്റ്റ് വീണ്ടും അതേ കോൺസെപ്റ്റോടു കൂടി ഞാൻ റീലോഞ്ച് ചെയ്യണം വരുന്ന സെപ്റ്റംബർ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പം ഇത് തികച്ചും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഒരു കോൺസെപ്റ്റ് ആയിരിക്കത്തില്ല. പബ്ലിക്കിന് വേണ്ടിയിട്ട് ഈ 3 കാര്യങ്ങളും പബ്ലിക്കിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇത് പബ്ലിക്കിന് തികച്ചും ഫ്രീ ആയിട്ട് കൊണ്ട് തന്നെ സർവീസ് കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഒരിക്കലും ഇതൊരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് പ്രോജക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ കുടുംബം നോക്കുക, എൻ്റെ കാര്യം നോക്കുക എന്നുള്ളതിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ എടുത്തു പറയുന്നത് ഇതൊരു പബ്ലിക് ഓറിയൻറ്റഡ് പ്രോജക്റ്റ് ആയിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി മാത്രമേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ തീരുമാനമാണ് എൻ്റെ കമ്പനിയുടെ 30% ഷെയർ, എൻ്റെ കമ്പനിയുടെ 30% ഷെയർ ഞാൻ പബ്ലിക്കിന് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടായിരിക്കും. പബ്ലിക്കിന് മീൻസ് ആൾ ഓവർ ദി ഇന്ത്യ പബ്ലിക്കിന് ആർക്ക് വേണോ ഈ ഷെയർ ഹോൾഡ് ചെയ്യാൻ ഫ്രം ദ ബിഗിനിങ്, റിക്ഫി ലോഞ്ച് ചെയ്ത് ഫ്രം ദ ബിഗിനിങ് ആ ഷെയർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ ഈ പ്രോജക്റ്റ് സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യുന്നത്. ആരായിരിക്കും ഇതിന് എലിജിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എലിജിബിളാണ്. മോർ ദാൻ ഒരു 15+ ഏജ് ഉള്ള എല്ലാവരും എലിജിബിൾ ആയിരിക്കും. പക്ഷേ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. നിങ്ങൾ കാശൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട, കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. ഞാനത് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഈ 30% കമ്പനിയുടെ ഷെയർ നിങ്ങൾക്ക് പബ്ലിക്കിന് ഫ്രീ ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. കാരണം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞങ്ങളുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സ് എല്ലാം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്തൊരു തീരുമാനമാണ്. ഈ പ്രോജക്റ്റ് പബ്ലിക്കിന് തികച്ചും ഫ്രീ ആയിട്ട് സെർവ് ചെയ്യുന്നൊരു കോൺസെപ്റ്റ് ആയിരിക്കും. സെയിം ടൈം ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി പബ്ലിക്കിൻ്റെ സപ്പോർട്ട് വേണം എന്നുള്ളത് കൊണ്ട് 30% ഷെയർ ഫ്രം ദ ബിഗിനിങ് പബ്ലിക്കിന് കൊടുത്തുകൊണ്ടായിരിക്കും ഞങ്ങൾ ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പം ഞാൻ കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. താങ്ക് യു.